നമസ്കാരം. പോഡ്കാസ്റ്റ് ആൻഡ് റോസ് എന്ന യൂട്യൂബ് ചാനലിലെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നീ പോഡ്കാസ്റ്റ് ഞാൻ ഓണം നിറ നീ റോട്ടിൽ നിറ എന്നിട്ട് 1 2 3 പോഡ്കാസ്റ്റ് ഓൺ റോഡ്. ഇന്നലെ ഇന്ത്യ ഇംഗ്ലണ്ട് ഫസ്റ്റ് T20 നടന്നു കഴിഞ്ഞു. സോ അതിനെപ്പറ്റിയുള്ള ചെറിയൊരു റിവ്യൂ ആണ് നടക്കുന്നത്. സോ നമുക്ക് മാച്ച് ഒരു ഓവർവ്യൂ പോലെ നോക്കുകയാണെങ്കിൽ ഈഡൻ ഗാർഡനിലായിരുന്നു ഇന്നലെ T20 മാച്ച് നടന്നത്. ഇന്ത്യ 7 വിക്കറ്റിനാണ് ജയിച്ചത്. 43 ബോളുകൾ ബാക്കി നിൽക്കെ 7 വിക്കറ്റിന് ജയിച്ചു. സോ 5 മാച്ചുള്ള സീരീസിൽ ഇപ്പോൾ 1-0 ഇന്ത്യ ലീഡിലാണ്. സോ നമുക്ക് ഇൻഡെപ്തിലോട്ട് നോക്കാം എന്താണ് ഇന്നലെ സംഭവിച്ചതെന്നുള്ളത്. സോ ആദ്യം നമുക്ക് ഇംഗ്ലണ്ടിൻ്റെ ബാറ്റിംഗ് പെർഫോമൻസിലോട്ട് നമുക്ക് ആദ്യം നോക്കാം. സോ ഇംഗ്ലണ്ടിൻ്റെ ബാറ്റിംഗ് നോക്കുകയാണെങ്കിൽ തന്നെ ഇംഗ്ലണ്ട് 132 കളി തീർത്തിരിക്കുക, ഓൾ ഔട്ട് ആയിരിക്കുകയാണ് ഇംഗ്ലണ്ട്. 20 ഓവർ 132 റൺസ്. സോ ഈഡൻ ഗാർഡനിൽ പിച്ച് റിപ്പോർട്ട് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു പിച്ചായിട്ടാണ് ഇന്നലെ റിപ്പോർട്ടിലുണ്ടായിരുന്നത്. സോ ഫസ്റ്റ് ഇംഗ്ലണ്ടിൻ്റെ ബാറ്റിംഗ് കണ്ടപ്പോൾ തന്നെ ആ ഒരു റിപ്പോർട്ട് തെറ്റാണെന്നുള്ള രീതിക്കായിരുന്നു തോന്നിയിരുന്നത്. പക്ഷേ ഇന്ത്യയുടെ ബാറ്റിംഗ് കണ്ടപ്പോൾ മനസ്സിലായി പിച്ചിൻ്റെ കുഴപ്പമില്ല, ഇന്ത്യൻ ബോളേഴ്സിൻ്റെ മികവായിരുന്നു കണ്ടതെന്നുള്ളത്. സോ നമുക്ക് ഇംഗ്ലണ്ടിൻ്റെ ബാറ്റിംഗ് നോക്കുകയാണെങ്കിൽ തന്നെ ജോസ് ബട്ട്ലറാണ് ആകെ നന്നായിട്ട് കളിച്ചു എന്ന് പറയാൻ പറ്റുന്നത്. ജോസ് ബട്ട്ലർ 44 ബോളിൽ 68 റൺസാണ് എടുത്തിട്ടുള്ളത്. വിത്ത് 8 4-ഉം 2 6-കളോട് ഉൾപ്പെടുത്തി 68 റൺസാണ് ജോസ് ബട്ട്ലർ എടുത്തിട്ടുള്ളത്. പക്ഷേ ജോസ് ബട്ട്ലർ മാത്രമേ ഒരു അറ്റത്ത് നിന്നുള്ളൂ, മറ്റേ അറ്റത്ത് നിൽക്കാൻ ആരെ കൊണ്ട് സാധിച്ചില്ല. സോ നിലവിൽ പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് ഈ സ്കോറിൽ 132 ആൾ ഔട്ട് ആവാനുള്ളൊരു കാരണം. പിന്നെയുള്ളത് ആരി ബ്രൂക്സ് ആണ്. 14 ബോളിൽ 17 റൺസ് എടുത്തു. അത് വേറെ എടുത്ത് പറയുന്നത് വേറെ ആരും നന്നായിട്ട് കളിച്ചിട്ടില്ല. ഈ രണ്ടുപേരുടെ മികവിൽ, അതായത് നമ്മുടെ ജോസ് ബട്ട്ലറുടെ മികവിൽ മാത്രമാണ് സ്കോർ 132 എത്തിയത്. സോ ജോസ് ബട്ട്ലറും കൂടി കളിച്ചില്ലെങ്കിൽ എന്താവും എന്നുള്ളത് ഊഹിക്കാന്നുള്ളതേ ഉള്ളൂ. സോ ഈ രണ്ടുപേര് പറയാൻ പറ്റില്ല. ജോസ് ബട്ട്ലറിൻ്റെ മികവിൽ മാത്രമാണ് സ്കോർ 132 എങ്കിലും എത്തിയത്. പിന്നെ എടുത്ത് പറയണമെങ്കിൽ അശ്രദ്ധമായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള ഷോട്ടുകളാണ് കളിച്ചാണ് കൂടുതലും ഔട്ടായിരിക്കുന്നത്. ബോൾ, അതായത് ആ ഒരു പ്ലാനുമായിട്ട് വന്നു, ആ പ്ലാൻ തന്നെ കൃത്യം എക്സിക്യൂട്ട് ചെയ്യാനാണ് നോക്കിയത്. സാഹചര്യത്തിനനുസരിച്ച് കളിക്കാൻ ശ്രമിച്ചില്ല. അതാണ് ഉണ്ടായിരുന്നുള്ള ഏതൊരു പോരായ്മ നമുക്ക് കാണാൻ പറ്റുന്നത്. അത് തന്നെയാണ്. എല്ലാ ബോളും കുറേയൊക്കെ ശ്രദ്ധിച്ചറിയാൻ പറ്റും. ഒരു ലൂസ് ബോൾസ് എല്ലാം കണക്ട് ചെയ്ത് നോക്കി, അതായത് മാക്സിമം സ്കോർ ചെയ്യാനാണ് അവർ നോക്കുന്നത്. എല്ലാ ബോളും മാക്സിമം സ്കോർ ചെയ്യുക, ഇന്ത്യയും ബോളേഴ്സിന് അണ്ടർ പ്രഷർ ആക്കുക എന്നുള്ളവർ നോക്കിയത്. ആ ഒരു പ്ലാൻ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ ഇംഗ്ലണ്ടിന് സാധിച്ചില്ല. സോ നമുക്ക് സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ തന്നെ അറിയാം. പവർ പ്ലേയിൽ 46 റൺസാണ് എടുത്തിട്ടുള്ളത്. 2 വിക്കറ്റിൽ 46 റൺസ് എടുത്തു. പക്ഷേ ബാക്കി മിഡിൽ ഓവേഴ്സിൽ നന്നായിട്ട് മുതലെടുക്കാൻ പറ്റിയിട്ടില്ല. 7 തൊട്ട് 15 ഓവർ വരെ 53-4 എന്ന നിലയിലായിരുന്നു. 53 റൺസാണ് എടുത്തത്. അവസാനത്തെ 5 ഓവറിൽ എടുത്തത് 33 റൺസും. ഇതിവിടെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറഞ്ഞാൽ സ്പിന്നേറ്റൊക്കെ തന്നെയായിരുന്നു. സ്പിന്നേഴ്സിന് എഫക്റ്റീവായിട്ട് ആർക്കും കളിക്കാൻ പറ്റിയിട്ടില്ല. വരുൺ ചക്രവർത്തിയും അക്ഷർ പട്ടേലാണെങ്കിൽ നന്നായിട്ട് പിച്ചിനെ കൃത്യമായിട്ട് ഉപയോഗിച്ചാണ് കളിച്ചത്. സോ അതിനനുസരിച്ച് ഇംഗ്ലണ്ട് അവർക്ക് പ്രതീക്ഷിച്ച പോലെ ബാറ്റ് ഉയർത്താൻ പറ്റിയിട്ടില്ല. പിന്നെ നേരത്തെ പറഞ്ഞില്ല, മിഡിൽ ഓവേഴ്സിൽ ഷോർട്ട് സെലക്ഷൻ മോശം തന്നെയായിരുന്നു ഷോർട്ട് സെലക്ഷൻ എന്നുള്ളത്. സോ ആ പ്ലാനിൽ തന്നെ കൃത്യമായിട്ട് കളിക്കാൻ നോക്കിയതായിരിക്കും ഈ ഒരു പ്രശ്നം വന്നത്. കാരണം എല്ലാവരും മികച്ച വിക്കറ്റ് എന്ന് പറയുന്നത് അനാവശ്യമായിട്ട് വലിച്ചെറിഞ്ഞ വിക്കറ്റുകളാണ് നമ്മൾ ഇന്നലെ കണ്ടത്. പിന്നെ സാധാരണ ഇംഗ്ലണ്ടിൽ ലോവർ ഓർഡർ വെച്ചാൽ കുറച്ചുകൂടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. സോ കഴിഞ്ഞ കളിയിൽ ലാസ്റ്റത്തെ 5 ബാറ്റേഴ്സും കൂടി 25 റൺസേ എടുത്തിട്ടുള്ളൂ. സോ അതും ഒരു പോരായ്മയായിട്ട് പറയാൻ പറ്റില്ല. ലോവർ ഓർഡേഴ്സിന് കുറച്ചുകൂടി ഇംഗ്ലണ്ട് എന്ന നിലയിൽ ലോവർ ഓർഡേഴ്സിൽ കുറച്ചുകൂടി എടുക്കാൻ പറ്റും. ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക ഇവർക്കൊക്കെ നല്ല സ്ട്രോങ് ലോവർ ഓർഡർ ഉള്ളതാണ്. സോ അവർ അത്യാവശ്യം ബാറ്റ് ചെയ്യുന്നവരാണ്. പക്ഷേ അവർക്ക് ഇപ്രാവശ്യം പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ലോവർ ഓർഡർ ബാറ്റേഴ്സിന്. പിന്നെ എടുത്ത് പറയാനുള്ളത് നമ്മുടെ ഇന്ത്യൻ ബോളിംഗ് ആണ്. വരുൺ ചക്രവർത്തി 4 ഓവറിൽ 23 റൺസ് 3 വിക്കറ്റ്. അക്ഷർ പട്ടേൽ 4 ഓവർ 22 റണ്ണ് 2 വിക്കറ്റ്. ഹർഷദീപ് സിംഗ് 4 ഓവർ 17 റണ്ണ് 2 വിക്കറ്റ്. പിന്നെ നമ്മുടെ ഹർദിക് പാണ്ഡ്യ ഉണ്ട്. ഹർദിക് പാണ്ഡ്യ കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു, പക്ഷെ 2 വിക്കറ്റ് എടുത്തിട്ടുണ്ട് ഹർദിക് പാണ്ഡ്യ. സോ നമുക്ക് ബോളിലോട്ട് നോക്കുകയാണെങ്കിൽ വരുൺ ചക്രവർത്തി മിസ്റ്റർ സ്പിന്നർ എന്ന് വെറുതെ വിളിക്കുന്നതെന്ന് കഴിഞ്ഞ കളിയിലും കൂടി ശ്രദ്ധിച്ചു. കഴിഞ്ഞ കളിയിലൂടെ മനസ്സിലാക്കാൻ വെറുതെ അല്ല വരുൺ ചക്രവർത്തി മിസ്റ്റർ സ്പിന്നർ എന്ന് വിളിക്കുന്നത്. പുള്ളിക്കാരൻ്റെ വേരിയേഷൻസ് അത് ഇംഗ്ലണ്ട് ബാറ്റേഴ്സിന് ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു എഫക്റ്റീവ് ബോളിംഗ് തന്നെയായിരുന്നു വരുൺ ചക്രവർത്തിയുടേത്. ജോസ് ബട്ട്ലറെ വിക്കറ്റിന് മുന്നിൽ കുരുക്കിയതും വരുൺ ചക്രവർത്തി തന്നെയാണ്. പിന്നെ അക്ഷർ പട്ടേലെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, അക്ഷർ പട്ടേൽ ഭയങ്കര ടൈറ്റ്ലി ബോൾ ചെയ്യുന്നൊരു കളിക്കാരനാണ്. സോ
അത് പിച്ചിനനുസരിച്ച് കൃത്യമായിട്ട് അക്ഷർ പട്ടേൽ അതിനനുസരിച്ച് ബോൾ ചെയ്യുകയും ചെയ്തു. ബാറ്റേഴ്സിന് റൺസ് എടുക്കാൻ ബുദ്ധിമുട്ടാവുകയും ചെയ്തു. പിന്നെ എടുത്ത് പറയാനുള്ള ഹർഷദീപ് സിംഗ് ആണ്. തുടക്കം തൊട്ട് അവസാനം വരെ ആകെ ഒരേ ഒരു സ്പെഷ്യലിസ്റ്റ് ഫാസ്റ്റ് ബോളറിനും കൊണ്ട് ഇറങ്ങിയ ഇന്ത്യ ആ ഒരു ഉത്തരവാദിത്വം ഹർഷദീപ് സിംഗ് വളരെ ഗംഭീരമായിട്ട് തന്നെ എടുത്തിരിക്കും. തുടക്കത്തിൽ തന്നെയാണെങ്കിലും ഡെത്ത് ഓവറിലാണെങ്കിലും കൃത്യമായി തന്നെ എക്സിക്യൂട്ട് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ യോർക്കറിൻ്റെ ആക്യുറസി, ബോളിംഗ് ലെങ്ത്താണ്, ലൈനിങ് പിച്ചാണ്, ഒരുപാട് ആക്യുറസിയോട് കൂടി തന്നെയാണ് ഹർഷദീപ് എറിഞ്ഞത്. ഒരുപാട് ലൂസ് ബോൾസ് ഒന്നും പുള്ളിക്കാരൻ അധികം എറിഞ്ഞിട്ടില്ല. സോ സാഹചര്യത്തിനനുസരിച്ച് ഹർഷദീപ് സിംഗ് ഉയരുകയാണ്. സോ 2020 ഒരു നല്ലൊരു ബോളർ തന്നെയാണ് ഹർഷദീപ് സിംഗ്. ഇന്ത്യക്ക് ആവശ്യമായ ഒരു ലെഫ്റ്റ് ഹാൻഡ് സീമിനെ തന്നെയാണ് ഹർഷദീപ് സിംഗ്. സോ 2020 ഒരുപാട് കാലത്തേക്ക് ഹർഷദീപ് സിംഗ് ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും ഇന്ത്യൻ പിച്ചിലായതുകൊണ്ട് അതുകൊണ്ട് ഹർഷദീപ് ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഇന്ത്യയുടെ ബോളിംഗ് നോക്കുകയാണെങ്കിൽ തന്നെ മിഡിൽ ഓവേഴ്സിന് ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ട് ബോൾ എറിഞ്ഞത് സ്പിന്നേഴ്സ് തന്നെയാണ്. കാരണം ഒരു വലിയ ആദ്യത്തെ 6 ഓവർ 46 റൺസ് എടുത്തിരുന്നു. ആ നിലയ്ക്ക് പോയിരുന്നെങ്കിൽ വലിയ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ നിന്നും ഹർഷദീപും അക്ഷർ പട്ടേലും കൂടി മിഡിൽ ഓവേഴ്സിനെ ഭയങ്കരമായിട്ട് പിടിച്ചു. സോ റൺസ് അധികം പോയിട്ടില്ല. പിന്നെ ഉള്ളത് ഇംഗ്ലണ്ടിൻ്റെ വീക്ക്നെസ് സ്പിന്നിങ് ഭയങ്കര വീക്ക്നെസ് തന്നെയായിരുന്നു. അത് മനസ്സിലാക്കി തന്നെയാണ് വരുൺ ചക്രവർത്തിയും അക്ഷർ പട്ടേലൊക്കെ ബോൾ എറിഞ്ഞത്. സോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്ത്യയുടെ ബാറ്റിംഗ് പെർഫോമൻസ് ഉള്ളത് നമുക്ക് നോക്കുകയാണെങ്കിൽ തന്നെ. നമ്മൾ നേരത്തെ പറഞ്ഞൊരു ഭയങ്കര ഫാസ്റ്റ് സ്കോറിങ് പിച്ചായിരുന്നു പ്രെഡിക്റ്റ് ചെയ്തിരുന്ന പിച്ച്. ഇംഗ്ലണ്ട് ബാറ്റിംഗ് കണ്ടപ്പോൾ അതിലൊരു സംശയം തോന്നിച്ചിരുന്നു. നേരത്തെ പറഞ്ഞതിൽ തന്നെ ഒരു സംശയമായിരുന്നു, കാരണം പിച്ച് റിപ്പോർട്ട് വെറുതെ പറഞ്ഞതാണെന്നുള്ളതൊന്നും. പക്ഷേ ഇന്ത്യയുടെ ബാറ്റിംഗ് അങ്ങനെയല്ലായിരുന്നു. അപ്പോൾ ആദ്യത്തിൽ 1-2 ഓവർ കുറച്ച് സ്ലോ ആയിരുന്നെങ്കിലും പിന്നെ ഗിയർ മാറ്റി തന്നെ സഞ്ജു സാംസൺ തുടക്കത്തിൽ കളിച്ചു. പിന്നാലെ പിന്നെ കൂടെ ഉണ്ടായിരുന്നു നമ്മുടെ അഭിഷേക് ശർമ്മ. പക്ഷേ സൂര്യകുമാർ യാദവ് നേരത്തെ ഔട്ടായി, റൺസൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല. മെയിൻ ബാറ്റിംഗ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സഞ്ജു സാംസൺ ആദ്യത്തെ 2 ഓവറിൽ ഇന്ത്യ രണ്ടുപേരും അധികം വന്നിട്ട് തുടക്കം കിട്ടിയില്ലെങ്കിൽ പിന്നെ അതിനുശേഷം വന്നു സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും നല്ലൊരു പ്രകടനം തന്നെ പുറത്തെടുത്തു. പിന്നെ വന്ന തിലക് വർമ്മ. സൂര്യകുമാർ യാദവ് 3 ബോളിൽ റൺസൊന്നും എടുക്കാതെയാണ് മടങ്ങിപ്പോയത്. തിലക് വർമ്മയും ഹർദിക് പാണ്ഡ്യയും സാഹചര്യം അനുസരിച്ച് കളിച്ചെന്നുള്ളൂ, നല്ലൊരു കളി കളിച്ചെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ടീമിലോട്ട് വരാണെങ്കിൽ ബാറ്റിങ്ങിൽ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ തന്നെ അഭിഷേക് ശർമ്മ 34 ബോൾ 79 റൺസാണ് അഭിഷേക് ശർമ്മയുടെ കോൺട്രിബ്യൂഷൻ, വിത്ത് 8 സിക്സും 5 ഫോറും. സോ പവർ പ്ലേ നന്നായി ഡോമിനേറ്റ് ചെയ്യാൻ പുള്ളിക്കാരനെ പറ്റി. പുള്ളിക്കാരൻ എങ്ങനെയാണ് IPL കളിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും കളിച്ചത്. സോ ആ ഒരു എലഗൻസും ആ ഒരു ഇതെല്ലാം നമുക്ക് കൃത്യമായിട്ട് കാണാമായിരുന്നു. പിന്നെ വേറെ എടുത്ത് പറയേണ്ടത് ഇംഗ്ലണ്ടിൻ്റെ ഫീൽഡിംഗ് ആണ്. ഫീൽഡിങ് നല്ല മോശമായിരുന്നു. ഒരുപാട് ക്യാച്ച് ഡ്രോപ്പ് ചെയ്തു, കുറേ ചാൻസസ് മിസ്സാക്കി. സോ അതെല്ലാം കൂടി തന്നെയാണ് അഭിഷേക് ശർമ്മയ്ക്കും ഇത്രയും സ്കോർ ചെയ്യാൻ പറ്റിയത്. അഭിഷേക് ശർമ്മയുടെ തന്നെ എൻ്റെ കണക്കുകൾ ശരിക്കും 2-3 ക്യാച്ചുകൾ തന്നെ വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അഭിഷേക് ശർമ്മയുടെ ഒരു ഗുണമായിട്ട് തോന്നിയത് പവർ പ്ലേയിൽ മാക്സിമം ഡോമിനേറ്റ് ചെയ്തു, അഗ്രസീവ് ഹിറ്ററാണ്. സോ അതുപോലെ തന്നെ പുള്ളിക്കാരൻ തുടർന്നു. പിന്നെ ലൂസ് ബോൾസ് എല്ലാം കൃത്യമായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പുള്ളിക്കാരന് സാധിച്ചു. പിന്നെ പുള്ളിക്കാരൻ്റെ ഏറ്റവും കൂടുതൽ ഷോട്ട്സ് കളിച്ച് നോക്കിയാൽ കാണാം, കവറിലും മിഡ് വിക്കറ്റിയും കൂടെയാണ് പുള്ളിക്കാരൻ കൂടുതലും കളിച്ചിട്ടുള്ളത്. സോ പുള്ളിക്കാരൻ വളരെ മികച്ചൊരു നോക്ക് തന്നെയായിരുന്നു പുള്ളിക്കാരൻ നടത്തിയിരുന്നത്. പിന്നെയുള്ള സഞ്ജു സാംസൺ തുടക്കത്തിൽ അഗ്രസീവാക്കി 20 ബോൾ 26 റൺസ്, 4 ഫോറും 1 സിക്സും. പക്ഷേ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ അത്യാവശ്യം നന്നായിട്ട് ബോൾ നന്നായിട്ട് മാനേജ് ചെയ്യുക, അങ്ങനെ നല്ല രീതിക്ക് തന്നെ സഞ്ജുവും കളിച്ചു. പിന്നെ നമുക്ക് പവർ പ്ലേ തന്നെ 73 റൺസാണ് 2 വിക്കറ്റ് ക്വിക്ക് വിക്കറ്റ് ആയിരുന്നു. നേരത്തെ പറഞ്ഞ സഞ്ജു സാംസൺ പോയി 3ാമത്തെ ബോളിൽ നമ്മുടെ സൂര്യകുമാർ യാദവ് ജോഫ്ര ആർച്ചറിനാണ് 2 വിക്കറ്റ് കിട്ടിയിരുന്നത്. സോ മിഡിൽ ഓവേഴ്സിൽ പവർ പ്ലേയിൽ എങ്ങനെയാണ് കളിച്ചത് അതുപോലെ തന്നെ മിഡിൽ ഓവറിലും കളിച്ചത്, ഒരു ദേഹദക്ഷിണം ഇല്ലാതെ തന്നെയാണ് കളിച്ചത്. ഇംഗ്ലണ്ടിന് സ്പിന്നേഴ്സിന് വലുതായിട്ട് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ആദിൽ റഷീദ് 2 ഓവർ 27 റൺസും വിട്ടുകൊടുത്തു, ലിവിങ്സ്റ്റൺ 1 ഓവർ 7 റൺസോ. കാര്യമായിട്ടൊരു പ്രകടനം ഇവർ രണ്ടുപേരും കാഴ്ചവെക്കാൻ പറ്റാത്തതും ഇംഗ്ലണ്ടിന് വലിയ തിരിച്ചടി തന്നെയാണ്. സോ ഇന്ത്യൻ പിച്ച് സ്പിന്നേഴ്സിന് അനുകൂലമാക്കുന്ന ഒരു പിച്ചാണെങ്കിലും അത് ഡോമിനേറ്റ് ചെയ്യാൻ ഇംഗ്ലണ്ടിന് സാധിച്ചില്ല. പക്ഷെ അത് ഇന്ത്യ ഭയങ്കര ഗംഭീരമായി തന്നെ അത് ചെയ്തു. പിന്നെ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഭയങ്കര പോസിറ്റീവ് സ്റ്റാർട്ട് തന്നെയാണ് കിട്ടിയത്. രണ്ടിനും അഗ്രസീവായിട്ട് ഇതിനെ തുടങ്ങി. അത് ആ ഒരു മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി എല്ലാ ബാറ്റേഴ്സിനും സാധിക്കുകയും ചെയ്തു. പിന്നെ റണ്ണിങ് വിക്കറ്റ്സ് അതും വളരെ മികച്ചൊരു ഇത് തന്നെയായിരുന്നു. സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യുക. സോ അതൊരു ബോളറിനെ വെച്ച് നോക്കുകയാണെങ്കിൽ സ്ട്രൈക്ക് സ്ഥിരമായി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ തന്നെ ബോളർക്ക് ആ ഒരു ഋതം തെറ്റുന്നതാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ തന്നെ ഭയങ്കര ഫാസ്റ്റായിട്ട് എറിഞ്ഞുകൊണ്ട് തന്നെ ഒരുപാട് പെട്ടെന്ന് കണക്ട് ചെയ്യാനും അത് എഡ്ജ് തട്ടിയാലും 4 ബൗണ്ടറി പോകുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗ്യാപ്സ് നന്നായി തന്നെ
ഇന്ത്യൻ കളിക്കാർ ഗ്യാപ്സും കൃത്യമായി തന്നെ ഗ്യാപ്പിൽ കൂടെ തന്നെ കളിക്കാൻ ഒരുപാട് ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. സോ നമുക്കൊരു ഇംഗ്ലണ്ടിൻ്റെ ബോളിംഗ് നോക്കുകയാണെങ്കിൽ തന്നെ ജോഫ്രെ ആർച്ചറും ആദിൽ റഷീദ് മാത്രമേ ഒരു എടുത്ത് പറയാനായിട്ടില്ല എന്തെങ്കിലും ചെയ്തിട്ടുള്ളൂ എന്ന് നമുക്ക് പറയാം. ജോഫ്രെ ആർച്ചറിന് 2 വിക്കറ്റും നമ്മുടെ ആദിൽ റഷീദിന് 1 വിക്കറ്റും. പിന്നെ ഏറ്റവും കൂടുതൽ എറിഞ്ഞു വെച്ചാൽ മാർക്കൂട്ടിനെയൊക്കെ നോക്കുകയാണെങ്കിൽ എസ്പെഷ്യലി ഷോർട്ട് ബോളാണ് കൂടുതലും ഡെലിവറി ചെയ്തത്. പക്ഷേ ഷോർട്ട് ബോളൊന്നും കൃത്യമായിട്ട് ക്യാപിറ്റലൈസ് ചെയ്യാൻ ഇംഗ്ലണ്ടിന് സാധിച്ചില്ല. പക്ഷേ അത് ഇന്ത്യ കൃത്യമായിട്ട് കളിക്കുകയും അതുപോലെ തന്നെ നല്ല സ്കോർ ചെയ്യാനും പറ്റി. അത് ഇംഗ്ലണ്ടിന് വലിയ തിരിച്ചടിയായിരുന്നു. പിന്നെ കണ്ടീഷൻസ് അനുസരിച്ചും ബാറ്റിംഗിലും പറഞ്ഞ പോലെ തന്നെ കണ്ടീഷൻസിനനുസരിച്ച് അവർ കളിക്കാൻ സാധിച്ചില്ല. അവരൊരു പ്ലാൻ വന്നു, ആ പ്ലാൻ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ മാത്രമേ നോക്കിയുള്ളൂ, കണ്ടീഷൻ നോക്കാൻ ശ്രദ്ധിച്ചില്ല. സോ അത് തന്നെയാണ് ഇത്രയും വലിയ തോൽവിക്ക് കാരണമായത്. എടുത്ത് പറയാനുള്ളത് വരുൺ ചക്രവർത്തിയുടെയും അക്സറിൻ്റെയും സ്പിൻ മാജിക്കാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ അഭിഷേക് ശർമ്മയുടെ സഞ്ജുവിൻ്റെയും അഗ്രസീവ് ബാറ്റിംഗ്. പിന്നെ അതുകൊണ്ട് ഇന്ത്യൻ പിച്ച് ഇംഗ്ലണ്ട് യൂസ് ചെയ്തില്ല എന്നുള്ളതും കൂടിയാണ് ഈ മാച്ചിൽ നമുക്ക് എടുത്ത് പറയാനുണ്ടായിരുന്നത്. ഇംഗ്ലണ്ടിൻ്റെ വീക്ക്നെസ് പറയാനാണെങ്കിൽ എല്ലാം വീക്ക്നെസ് തന്നെ നമുക്ക് പറയാനുള്ളൂ. ഒന്ന് മിഡിൽ ഓർഡർ മിഡിൽ ഓർഡർ പെട്ടെന്ന് കൊളാപ്സ് ആയത്, 2 സ്പിന്ന് കളിക്കാത്തത്, 3 ബോളിംഗ് ഡിസിപ്ലിൻ. അത് ബോളിംഗ് ഡിസിപ്ലിൻ എന്ന് പറയാനുള്ളതാണ്. കാരണം കൃത്യമായിട്ട് ബോൾ എറിഞ്ഞില്ല എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. സോ ഇത്രയാണ് നമുക്ക് ഈ കളിയെ പറ്റി പറയാനുള്ളത്. ഇനി അടുത്ത കളിയിൽ ഇന്ത്യ ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ അടുത്തത് ഇംഗ്ലണ്ട് കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ട കാര്യം ചെപ്പോക്കിലാണ് കളി. സോ ഇന്ത്യ ചിലപ്പോൾ നിതീഷ് റെഡ്ഡിക്ക് പകരം ഒരു സ്പിന്നറിനെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. സോ ഇംഗ്ലണ്ടിന് ഒത്തിരി കളിച്ചില്ലെങ്കിൽ ഇതിലും മോശമായ ഒരു അവസ്ഥയായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ ഇത്രയൊക്കെ നമുക്ക് പറയാനുള്ളൂ ഈ ഫസ്റ്റ് T20. ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ട്, സോ ഇനി നമ്മൾ ഉള്ള വീഡിയോ എല്ലാം കൃത്യമായി കിട്ടണമെന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. അതുപോലെ ഇടാൻ നമ്മൾ ശ്രമിക്കുന്നതുമാണ്. സോ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. സോ അടുത്ത 25-ാം തീയതിയാണ് അടുത്ത T20, രണ്ടാമത്തെ T20. സോ നമുക്കൊന്നിനും 25-ാം തീയതിയോ അല്ലെങ്കിൽ 26-ാം തീയതി നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും. സോ താങ്ക് യു.